ഇടവദിനം എല്ലായ്പ്പോഴും സ്തുതിസ്തോത്രങ്ങളുടെ അവസരമാണ്. ഞാനെൻ്റെ പ്രാർത്ഥനകൾ സാധാരണ അവസാനിപ്പിക്കുന്നത് ദൈവമേ എല്ലാം നിൻ്റെ ദാനം സകലവും നിൻ്റെ കൃപ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, സകലവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനമല്ല. നമുക്ക് ദേവാലയത്തിൽ വരുവാൻ തക്കോണം ആരോഗ്യം ലഭിച്ചത് തന്നെ ദൈവത്തിൻ്റെ മഹാകൃപയാലല്ലേ. നമുക്ക് ഇങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ ഈ ദേവാലയം ലഭ്യമായി തന്നെ ദൈവത്തിൻ്റെ മഹാകൃപയാലല്ലേ. പക്ഷെ പലപ്പോഴും നമ്മളതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. പലപ്പോഴും നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ മിടുക്കും എൻ്റെ സാമർഥ്യവുമാണെന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകും. അതിൻ്റെ അർത്ഥം ഇതെല്ലാം തന്ന ദൈവം ഇത് കണ്ട് ദുഃഖിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദൈവമേ, ഞാനിവർക്ക് ഇതെല്ലാം കൊടുത്തത് ഒന്ന് ഓർക്കുവാൻ, സ്തോത്രം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. കാലാകാലങ്ങളിൽ നമുക്ക് നല്ല നേതൃത്വം ലഭിച്ചു. സഭയിൽ നിന്നുള്ള നേതൃത്വം, വട്ടക്കാലിൽ ലഭിച്ച നേതൃത്വം, ആത്മായ നേതൃത്വം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോഴാണ് നാം ഇന്നായിരിക്കുന്ന വിധത്തിലായി തീരുക. വ്യക്തിജീവിതത്തിലായാലും ഇത് തന്നെ സത്യമാണ്. 2, ഇത് തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരം. ഞാൻ എന്താണ്, ഞാൻ എന്തായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. 124 വർഷങ്ങൾക്ക് മുമ്പ് നാം എന്തായിരുന്നു? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തായിരുന്നു? ഇടവക എങ്ങനെയിരുന്നു? പലപ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഇഷ്ടമില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് അഭിമാനകരമല്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നാം കടന്നു പോയിട്ടുണ്ടാകാം. ഉണ്ടാകണം നിർബന്ധമില്ല, ഉണ്ടാകാം. അങ്ങനെ ഒരു ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നതെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കിന്ന് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി സമ്മതിക്കില്ല. സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷെ അത് ഓർക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സ്തോത്രം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു വന്ന ഞങ്ങളെ നീ ഇന്നായിരിക്കുന്ന വിധത്തിലാക്കി തീർത്തല്ലോ, എങ്ങനെ നന്ദി പറയാതിരിക്കും. പക്ഷെ നമ്മളതെല്ലാം മറക്കാനാണ് എപ്പോഴും നമുക്കിഷ്ടം. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഞാനൊരു ഇടവകയിൽ നടന്നൊരു സ്ഥലം, ആ ഇടവകയുടെ സെൻറ്റിനറി ആഘോഷിക്കുക. സെൻറ്റിനറി ആഘോഷിച്ചപ്പോൾ അവിടെ ഒരു പരിപാടി ഒരാസൂത്രണം. ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. 100 വർഷം ഇടവകയെ ശുശ്രൂഷിച്ച അച്ഛന്മാരുടെ ചരിത്രം, അവരിലൂടെ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുള്ള ശുശ്രൂഷ നേതൃത്വം. 2, ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷകന്മാരുടെ ചരിത്രം. ഇതൊക്കെ രേഖപ്പെടുത്തിയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. മറ്റ് പരിപാടികൾക്കൊപ്പം എന്നാൽ ഇടവകയിൽ 52 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു ഭക്തനായൊരു മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. എല്ലാവരും പിതൃതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ. അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് ഒരു 10-60 പേര് അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് തന്നെ 10 പേരുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും 5-6 പിള്ളേരുണ്ട്. ഇവരെല്ലാവരും അവരും അവരുടെ കൊച്ചുമക്കളും എല്ലാം അമേരിക്കയിലുണ്ട്. ഇവർ തീരുമാനിച്ചപ്പോൾ ഈ അമേരിക്കയിലുള്ളവർ പറഞ്ഞു, സെൻറ്റിനറി പ്രോജക്റ്റായിട്ട് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ പണവും ഞങ്ങൾ വഹിച്ചോളാം, സകല ജനം. പക്ഷേ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ പേര് ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കരുത്. 52 വർഷം അവിടെ ശുശ്രൂഷകരായിട്ടിരുന്നുകൊണ്ട് ഇപ്പോൾ അവർക്ക് അവരുടെ വല്യപ്പച്ചൻ ശുശ്രൂഷകനായിരുന്നു എന്ന് പറയുന്നത് അവർക്ക് നാണം കേടാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചാൽ ആ പുസ്തകം കാണുന്നവർക്ക് ഇവരുടെ കൊച്ചുമക്കളെ ഇവരെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ക്ഷീണം. ഇന്ന് വലിയ സ്ഥിതിയിൽ ജീവിക്കുകയാണ്.
ഇടവക്കാർക്ക് തന്നെ നിർബന്ധം. ഇടവക്കാർക്ക് അദ്ദേഹത്തിൻ്റെ പടം പ്രസിദ്ധീകരിച്ചേ പറ്റൂ എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. അവർ പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു. പറഞ്ഞതുപോലെ സെൻറ്റനറി പ്രോഗ്രാമായി നിശ്ചയിച്ചിരുന്ന എല്ലാത്തിൻ്റെയും ചിലവ് അവർ വഹിക്കുകയും ചെയ്തു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം. മാതൃകാപരമായി ഇടവകയ്ക്ക് 52 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ഒരാൾ എൻ്റെ വല്യപ്പനാണെന്ന് പറയുന്നത് അപമാനകരമായി കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കുവാൻ മനസ്സില്ലായിരുന്നു. അവർക്കെങ്ങനെ സ്തോത്രം പറയാനുണ്ട്? അവർ പറയുന്ന സ്തോത്രം വെറും അധരവ്യായാമം മാത്രമാണ്, അല്ലേ? വെറും വാക്കുകൾ കൂടി സ്തോത്രം പറയാൻ വേണ്ടി പറയുന്നത് മാത്രം. അല്ലെങ്കിൽ എൻ്റെ ദൈവമേ, ഞങ്ങൾ നടത്തിയ വഴികൾ, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത കടന്നുപോയ ജീവിതാനുഭവങ്ങൾ, എന്നാൽ അവയിൽ നിന്നൊക്കെ ഞങ്ങളെ കൈപിടിച്ചുയർത്തി ഇന്നായിരിക്കുന്ന വിധത്തിലാക്കി തീർത്ത ദൈവമേ, എത്ര സ്തോത്രം പറഞ്ഞാൽ മതിയോ? എത്ര സ്തുതി സ്തോത്രം അർപ്പിച്ചാൽ മതിയോ? അല്ലേ? എത്ര പറഞ്ഞാൽ മതിയോ? എന്ത് സ്തോത്രം പറഞ്ഞാൽ മതിയോ? ഞാൻ അച്ഛനാകാൻ തീരുമാനിച്ചപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്, ഈ സെമിനാരിയിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നിച്ച് പറഞ്ഞു, താൻ മഹാമണ്ഡനാണ്, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ തനിക്കുണ്ട്, തനിക്ക് വേറെ വല്ല പേർഷ്യയിലൊക്കെ പോയാൽ അത്രയും പണം ഉണ്ടാക്കാൻ പറ്റും, എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെയുണ്ട്, നിനക്ക് അവിടെ പോയിക്കൂടെ? അപ്പോൾ ഇത് അതേ ചോദിച്ചപ്പോൾ തലമുറകളോട് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വല്ല സ്നേഹമുള്ള കൂട്ടുകാരനാണ് ഞാൻ. അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ കൂടെ ഒരു ഫ്ലാഷ് ഇങ്ങനെ പോകുന്നു. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ പോളിയോ പിടിച്ചതാണ്. ഒരു കാലം മടങ്ങി ഒരു കാലം നീണ്ടും ഇങ്ങനെ തളർന്ന് കിടന്നതാണ്. ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. 2 വയസ്സ് അങ്ങനെ കിടന്ന് കരയുന്നതൊക്കെ ഓർക്കുന്നു. ഭയങ്കര വേദനയാണ് ശരീരം മുഴുവൻ. അപ്പം പെട്ടെന്ന് ഈ പടം ഇങ്ങനെ മുമ്പ് കൂടെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ മുമ്പ് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നിരുന്നു നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം ഒരുപാട് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പരിചയപ്പെട്ട കൂട്ടുകാരനാണ്. കാരണം ഞാൻ പറഞ്ഞു, അന്ന് ആ വിധത്തിൽ കിടന്നു പോയെങ്കിൽ മാതാപിതാക്കളുള്ളിടത്തോളം കാലമൊക്കെ നന്നായിട്ടൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. പിന്നീടോ? എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയെ നിര്യാണി ഉറപ്പിച്ചു. സാമാന്യം ഭേദപ്പെട്ട വിദ്യാഭ്യാസം അല്ല, ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ അതിനുള്ള ആരോഗ്യം തന്നെ നിർത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വന്നാലും പിറുപിറുക്കാൻ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ട്. അനുഭവിച്ചോ? അപ്പോൾ പറയുന്നുണ്ടാവും. പോയി ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിചാരം. ഇത് എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ 100 ജീവിതാനുഭവങ്ങൾ പറയാൻ നമുക്കുണ്ടാകും, യാതൊരു സംശയമില്ല. അത് ഓർത്താൽ സ്തോത്രം പറയാനും ദൈവസന്നിധിയിൽ വിനയാന്വിതനാകുവാനും അല്ലാതെ വേറെന്തിനാണ് നമുക്ക് സാധിക്കും? ഒന്നിനും സാധിക്കില്ല. സ്തോത്രം കർത്താവ് വിനയാന്വിതനാകാൻ. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കേണ്ടത്. ഞാൻ എന്താണ്, ഞാൻ എന്തായിരുന്നു? ഇനി അടുത്ത ചോദ്യം, എനിക്കെന്താകാമായിരുന്നു? ഇടവയായി പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സമയബന്ധിതമായി ഇത്ര മനോഹരമായി ഈ ദേവാലയം പണിയാൻ തക്കവണ്ണം ഇത്രയും മനോഹരമാക്കി തീർക്കും ഇടയാക്കി എല്ലാവരും കൈ തുറന്ന് സംഭാവന ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത്. നമുക്ക് നല്ല നേതൃത്വം ലഭിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കുന്നു. അപ്പോൾ എനിക്കെന്താകാമായിരുന്നു? എത്ര നന്നായി നാം എന്ത് ചെയ്താലും അതിൻ്റെ മറുപടി ഇത്തിരി കൂടി നന്നാകാൻ. ഞാൻ പള്ളിപ്പണിയെക്കുറിച്ചല്ല പറയുന്നത്, വ്യക്തികളായി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്തിരി കൂടി ചെയ്യാൻ പറ്റും. എത്ര ചെയ്താലും അതിൻ്റെ മറുപടി അതാണ്, ലിറ്റിൽ മോർ, ഇത്തിരി കൂടി ഭംഗിയായി ചെയ്യാമായിരുന്നു, ഇത്തിരി കൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എൻ്റെ അർത്ഥം,
ഈ ദിവസം പുനഃപ്രതിഷ്ഠയുടെ ദിവസമാകണം. പുനഃപ്രതിഷ്ഠയുടെ ദിവസമായിട്ട് തീരണം. എന്തിനു വേണ്ടി? ആ ലിറ്റിൽ മോർ കണ്ടുപിടിച്ചിട്ട് അതിനനുസരണമായ വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുവാനുള്ള അവസരം ആയി. ഈ ആരാധനാ സമൂഹം എല്ലാം ഇപ്പോഴും വിറ്റ്നസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് അല്ലേ? വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി മസ്റ്റ് ബി എ വിറ്റ്നസിങ് കമ്മ്യൂണിറ്റി. ഇതൊരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ദേവാലയത്തിൽ കൂടി വരുന്നത്. ദേവാലയത്തിൽ കൂടി വരുന്നതിന് ദൈവത്തെ ആരാധിക്കാൻ. അതെങ്ങനെ ആരാധിക്കണം എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതിൻ്റെ അർത്ഥം പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്താണ് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ആർക്കാണ് സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കാനൊക്കെ? നാം ആരെ ആരാധിക്കുന്നുവോ ആ ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ഒക്കുള്ളൂ. ദൈവം സത്യമാണ്, ദൈവം ആത്മാവാണ്. സത്യവും ആത്മാവുമാകുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളവർക്കല്ലാതെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ഒക്കത്തില്ല. അല്ലാത്തവർക്കും ദൈവമേ നീ പരിശുദ്ധനെന്ന് പറയുമ്പോൾ ബലവാനെ നീ പരിശുദ്ധനെന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കേട്ട് കേട്ട് പരിചയപ്പെട്ടതുകൊണ്ട്. അല്ലാത്തവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ തമ്പുരാനിരിക്കുന്നതും മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി സ്തുതിക്കുന്നവനെ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ, ദൈവമേ നീ പരിശുദ്ധനെന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ബലവാനേ നീ പരിശുദ്ധനെന്ന് പറയാൻ പറ്റും. ആരാധനയ്ക്കൊരു വ്യത്യാസമാണ് അല്ലേ? രണ്ടും വ്യത്യാസമാണ്. ചില ആളുകൾ പറയും പള്ളി പോകുന്നു, ഇത്രയോ ലോങ് സർവീസാണ്, മഹാബോറാണ്. ഇന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇത് പറയുന്നവരാണ്. ലോങ് സർവീസ്, ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയും. പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെന്ന് ചോദിച്ചു, അവർ വെക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും അമ്മയുടെ പുറകെയുണ്ട്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വെറുതെ ഒരാവശ്യം പറഞ്ഞ് അടുക്കളയിലോട്ട് എത്തും. കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഇരുന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയി പോടാ അവിടെ മാറ്റി ഞാൻ വരാം. അപ്പോഴും എന്തെങ്കിലും സൂത്രം പറഞ്ഞ് എടുത്തുകൊണ്ട് വരും. എന്തിനാ? ഹി വാസ് മിസ്സിങ് ഹിസ് മദർ. അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട്, അമ്മയുടെ സാന്നിധ്യം അത്രമാത്രം വിലമതിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എന്താ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? നേരെ തിരിച്ചും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും വിദേശത്താണ്. അവർ എല്ലാ വെള്ളിയാഴ്ചയാണ് ഫോൺ ചെയ്യുന്നത് വിചാരിച്ചു. വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും കൃത്യം എത്ര മണിക്കാണ് ഫോൺ വരുന്നതെങ്കിൽ എന്തുണ്ടാവും? അമ്മയും ഉണ്ടാവും, അപ്പനും ഉണ്ടാവും, പിള്ളേരും ഉണ്ടാവും ഫോണിൻ്റെ ചുറ്റും. ഞാൻ പറഞ്ഞു ശരി, ഫോണിൻ്റെ ബെല്ലടിച്ചാൽ പിടിയാണ് ഫോൺ ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാ? അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തെ മക്കളുടെ ശബ്ദം കേൾക്കാറുള്ള സമയം അത്ര മതി. വേറൊന്നും കേൾക്കൊന്നും വേണ്ട. അമ്മയെ സുഖമാണെന്നോ? ഞാൻ സുഖമായിരിക്കും, അത്ര മതി, കേട്ടാൽ മതി, വേറൊന്നും ആവശ്യം. അപ്പം ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആരാധന അർത്ഥവത്തായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗാദറിങ് എന്നതിനേക്കാൾ പറയും. പലപ്പോഴും നമുക്ക് ദൈവം തമ്പുരാൻ യാഥാർത്ഥ്യമാകാതെ പോകുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അപകടമാണ്. അത് സഭയെ മൊത്തമുള്ളൊരു പ്രശ്നമാണ്. ദൈവം നമുക്കൊരു യാഥാർത്ഥ്യമല്ല, യേശു തമ്പുരാൻ നമുക്ക് യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ കാനാവിലെ കല്യാണ ഭവനത്തിൽ ആ വലിയൊരു പ്രശ്നം ഉണ്ടായല്ലോ, നമുക്കറിയാം. വീഞ്ഞ് തീർന്നു, ആ കൂടി കൺഫ്യൂഷൻ. അപ്പോൾ യേശുവിൻ്റെ അമ്മച്ചി എന്ന് വെച്ചാൽ മോനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ കേട്ടാ, ആകെ കല്യാണം ഇതാണ്, 6-ാം ആണ്. യേശു പറഞ്ഞു, അമ്മേ നമുക്കെന്താ കാര്യം, കല്യാണം നാറുമോ കുളിക്കുമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊന്നും കാര്യമില്ല അമ്മ എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് നിനക്കെല്ലാം എന്ത് സമയം വന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു നിരാശ ഉണ്ടാകുന്ന വിധത്തിലുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. എന്നാൽ യേശുവിൻ്റെ അമ്മച്ചി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്? നമ്മളാണെങ്കിൽ ആ മോൻ്റെ പുറകെ നടന്നേനെ.
മോനെ ചെയ്യടാ 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 എന്ന് പറഞ്ഞ് പറയാൻ തന്നെ. യേശുവിൻ്റെ അമ്മച്ചി പുറകെ പോയില്ല. നീ പോയോ? ഒരു വാക്ക് പോലും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. പോണ വഴിക്ക് ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യും. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ അമ്മ ഇങ്ങനെ പറയാൻ കാര്യം? നിങ്ങൾ പറയും വിശ്വാസമാണ്. ഞാൻ പറയും വിശ്വാസമല്ല, അമ്മയ്ക്ക് ഈ മകനെ നന്നായി അറിയാമായി. ഇവൻ ഇങ്ങനെ പറഞ്ഞാലും വേണ്ടത് കൃത്യസമയത്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല തിട്ട അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഇതന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഭൂനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുവിരി. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് യേശുവിനെ അറിയാമോ? യേശുവിനെ പറ്റി ഒരുപാട് അറിയാം. യേശുവിനെ അറിയാമോ? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമുക്ക് വന്നു പോകുന്ന അപകടം യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അഭിപ്രായം. ഇത് പ്രശ്നം. യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രതികൂലങ്ങളും വേദനയുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടായാലും യേശു ഇതിനെങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചാൽ യേശു എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ ഉടനെ മറുപടിയുണ്ട്, യാതൊരു സംശയം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട അങ്ങനെയുള്ളവർക്കാണ് എങ്ങനെയാണ് ഒരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്ന കമ്മ്യൂണിറ്റിയാണ് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി എപ്പോഴും എങ്ങനെ ആയിരിക്കണം? വിറ്റ്നസ്സിങ് കമ്മ്യൂണിറ്റി ആയിരിക്കും. എന്താണ് ഈ വിറ്റ്നസ്സിങ് കമ്മ്യൂണിറ്റി? നമ്മുടെ ഈ മാസാന്തി യോഗത്തിലും പിന്നെ വർഷാന്തി യോഗത്തിലും വരുന്ന മീറ്റിങ്ങിൽ വെച്ച് പറയുന്ന സാക്ഷിയല്ല സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറഞ്ഞു, യു വിൽ ബി മൈ വിറ്റ്നസ്സസ് സ്റ്റാർട്ടിങ് ഫ്രം ജെറുസലേം. ആദ്യം ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ജെറുസലേം എന്ന് പറയുന്നവർ പാർക്കുന്ന നാടാണ്. അവിടെ സാക്ഷിയാവാനാണ് കർത്താവ്. ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ട് നീ പോയാൽ മതി. എങ്ങോട്ട്? യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയാൽ മതി. അതിൻ്റെ അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ ജെറുസലേം. പള്ളിയല്ല, ഈ നാട്. ഈ നാട്ടിൽ ജനങ്ങൾ പറയൂ യേശു ഉള്ളവനാണ്, നമ്മളെക്കുറിച്ച് സാക്ഷി എന്താണ് അത് പറയൂ. എനിക്കറിഞ്ഞൂടെ പറയൂ പറയില്ല, നമ്മൾ തന്നെ വിചാരിച്ചാൽ യേശു ഉള്ളവനാണ്. നിങ്ങൾ നോക്കുക, ആ പള്ളിയിൽ ശുശ്രൂഷ ആരാധിക്കുന്നവരാണ് അവർ. യേശു യഥാർത്ഥത്തിലുള്ളവരാണ്. ഇത് വെറുതെ പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം? കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല, ആശയവിനിമയം സാധിക്കുന്നില്ല. ഭവനത്തിലും നടക്കുന്നില്ല, സമൂഹത്തിലും നടക്കുന്നില്ല. ആശയവിനിമയം നടക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിനെ SMR സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു മെസ്സേജ് ഉണ്ടാകണം, ഒരു സെൻഡർ ഉണ്ടാകണം, ഒരു റിസീവർ ഉണ്ടാകണം. അപ്പോൾ സെൻഡർ ഈസ് സെൻഡിങ് ദ മെസ്സേജ് ആൻഡ് റിസീവർ ഈസ് റിസീവിങ് ദ മെസ്സേജ്. ഇപ്പം ഞാനാണ് സെൻറ്ററിൻ്റെ ഭാഗത്ത്. എനിക്കൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ചെവിക്ക് പ്രശ്നമില്ലാത്ത എല്ലാവരും കേൾക്കുന്നുണ്ട്, യാതൊരു സംശയം. അതുകൊണ്ട് ആശയവിനിമയം നടന്നു എന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന അതേ ആശയം അതേ വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഞാൻ പറയുന്ന ആശയം അതേ വിധത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് ആശയവിനിമയം നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. 3 വിധത്തിലാണ് ആശയവിനിമയം. 1 വാക്കുകളിൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതാണ്. അത് വളരെ എളുപ്പമാണ്. 2 കമ്മ്യൂണിക്കേഷൻ ത്രൂ ആക്ഷൻ. നല്ലൊരു ഉദാഹരണം പറയാം. മദർ തെരേസയാണ് ഏറ്റവും നല്ല ഉദാഹരണം. അവരുടെ പ്രവൃത്തികളിലൂടെ
അവർ എന്താണ് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ലോകത്തോട് വളരെ ശക്തമായി പ്രസംഗിച്ചു. 3, ജീവിതത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ബീയിങ്. നമ്മുടെ ആളത്വം പ്രസംഗം തന്നെ, നമ്മുടെ പ്രസംഗം. ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ പറയും, എന്നെയൊന്നും നോക്കണ്ട, പറഞ്ഞാൽ കേട്ടാൽ മതി. തട്ടിപ്പോവും. അവിടെയാണ് നമ്മുടെ കുഴപ്പം. ഇവ തമ്മിൽ കോൺട്രഡിക്ഷനാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നൊന്ന്, ജീവിതം വേറെ അല്ലേ? ഇത് തമ്മിൽ ഭയങ്കര കോൺട്രഡിക്ഷൻ. ഒന്നും അകത്തോട്ട് കയറത്തില്ല, ഒന്നും അകത്തോട്ട്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ സഭകലച്ചൻ യാത്രയപ്പിനോട് ബന്ധപ്പെട്ട വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്തിരിക്കും. ഞാനിത് വെറുതെ പറയുന്നതാണ്, നടന്നതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ എൻ്റെ അച്ഛനെ പോലെ ഒരച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ഇരുന്നിട്ടില്ല. അച്ഛൻ്റെ ആ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ഖേമാച്ച. അച്ഛൻ്റെ കുർബാനയുണ്ടല്ലോ, എന്തൊരു ഖേമ. അച്ഛനില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പള്ളി എന്തായി തീർന്നേനെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ തലയൊക്കെ പൊക്കി പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ മാറി മാറി അച്ഛനെ പൊക്കി കയറ്റി വിട്ടു. അച്ഛൻ ഏതെങ്കിലും പോകും, ഞങ്ങൾക്ക് വലിയ സങ്കടം. അച്ഛൻ 5 കൊല്ലം കൂടെ ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു. അപ്പം അച്ഛനൊക്കെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ ഇറങ്ങിയ ഉടനെ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു, അങ്ങനെ അങ്ങ് പൊങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങേരെയൊക്കെ എത്ര കേമന്മാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങേരുടെ ഒരു പ്രസംഗം പ്രായമായപ്പോഴും കൊച്ചുപയനെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കർപ്പിക്കല നടക്കുന്നത്. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുക പിള്ളേർ. എൻ്റെ കർത്താവേ, അച്ഛൻ വന്നപ്പോൾ പറഞ്ഞാണോ ശരി, അച്ഛൻ പോയപ്പോൾ പറഞ്ഞാണോ ശരി? ഇതുപോലെ കള്ളന്മാർ എൻ്റെ അപ്പനെ പോലും അമ്മയെ പോലെ ലോകത്തിലൊരു മനുഷ്യനില്ല. ഭയങ്കര കോൺട്രഡിക്ഷനാണ് അല്ലേ? അച്ഛൻ്റെ മുമ്പിലൊന്ന്, അച്ഛൻ പോയപ്പോൾ ഇത് നമ്മുടെ സ്വഭാവമാണ്. പള്ളിയിലൊരു മുഖം, വീട്ടിലൊരു മുഖം, വീട്ടിൽ നിന്നിറങ്ങിയ പുറത്തോട്ട് പോയ വേറെ മുഖം. ഇത് ശ്രദ്ധിക്കുന്ന ആരാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ നമ്മെ ശ്രദ്ധിക്കുന്നത് മക്കളാണ്. അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നുവെങ്കിൽ ആരെ കുറ്റം പറയാൻ? നമ്മുടെ കുറ്റമാണ്. കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെന്ന അർത്ഥം. കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെന്ന അർത്ഥം അല്ലേ? നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? എനിക്കറിയാം. എന്താണ്? വീട്ടു പ്രാർത്ഥന കഴിയുമ്പോൾ. അപ്പോഴാണല്ലോ എല്ലാവരും കൂടെ കൂടുന്നത്. പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് കാലൊക്കെ നീട്ടിയിരുന്നിട്ട് പിന്നെ അപ്പടി കുറ്റം പറയുക, അയൽക്കാരെ കുറ്റം പറയും, മറ്റവരെ കുറ്റം പറയും. ഇതെല്ലാം കേട്ട് പിള്ളേർ എനിക്ക് എൻ്റെ കർത്താവ് ഇപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചത്, കർത്താവെ അവരെ അനുഗ്രഹിക്കണേ, ഇവരെ അനുഗ്രഹിക്കണേ. വെറും കള്ളം അല്ലേ? എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഏതാണ്ട് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം തിരുവേനിക്ക് അങ്ങനെ അറിയാം. അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, കണ്ണു തുറന്നിരുന്നാൽ. അപ്പോൾ കോൺട്രഡിക്ഷൻ എപ്പോഴുണ്ടോ കുഴപ്പമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല, സാക്ഷി നടക്കത്തില്ല. അതാ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. 3, സാക്ഷിക്കുന്ന സമൂഹം, ഇറ്റ് വിൽ ബി എ സെർവിങ് കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തെ ശുശ്രൂഷിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ മനസ്സിൽ കൂടെ വരും, ഞങ്ങളുടെ നാട്ടിൽ എന്നെ ശുശ്രൂഷിക്കാനാണ്, എല്ലാവരും നല്ല സമ്പൽ സമൃദ്ധി സുഖമായിട്ട് ജീവിക്കുന്നു. അത് കണ്ണു തുറക്കാത്തതുകൊണ്ടാണ്. കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെടുവീർപ്പെടുന്നവരും പിള്ളവരെ പഠിപ്പിക്കുന്നതിനും ആശുപത്രിയിൽ പോകുന്നതിനും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുമായ 100 ആളുകളെ കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, കണ്ണു തുറക്കത്തില്ല. നമ്മളിവിടെ സേവ്യാസംഘവും ഇടവമിഷനും ആരാധനയും മാത്രമായിട്ട് സംതൃപ്തരായിട്ട് ജീവിച്ചാൽ ഇടവയായിട്ട് പല സഹായം ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. നാം സാക്ഷിക്കുന്നുവെങ്കിൽ നാം ശുശ്രൂഷിക്കുന്ന സമൂഹമായിട്ട് തീരണം. അപ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് പ്രസക്തമായിട്ട് തീരുന്നത്. ഇടവക റിലവൻ്റ് ആയിട്ട് തീരും. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. നടന്നതല്ലായിരിക്കാം, ചിലപ്പോൾ നടന്നതുമാകാം.
100 വർഷം മുമ്പ് നമ്മുടെ നാടിനെ ചെട്ടികുളങ്ങര നമ്മുടെ നാടിനെ കുറിച്ചെടുത്തു. എന്തായിരിക്കും? വഴിയില്ല, വാഹനങ്ങളില്ല, ആകെ ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ആ നാട്ടിൽ 1-2 പ്രമാണികളായ ആളുകളെ ആശ്രയിച്ചാണ് ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്നത്. എല്ലാവരും അവരാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനോ ഇതിനൊന്നും മാവേലിക്ക് എനിക്ക് പോയി സാധനം മേടിച്ചു കൊണ്ടുവരാനൊന്നും സമയവുമില്ല, കാശുമില്ല. അപ്പോൾ കിട്ടുന്ന പൈസ നെല്ലായിരിക്കാം വന്ന് കൂലി കിട്ടുന്നത്. ആ പൈസ കൊണ്ട് ഈ ഒരു പെട്ടിക്കടയുണ്ട്, അവിടെ കൊടുത്താൽ അത്യാവശ്യം വെളിച്ചെണ്ണയും മുളകും മറ്റു സാധനങ്ങളും കിട്ടും. അപ്പോൾ വലിയ പട്ടിണിയില്ല. കഞ്ഞി എന്തായാലും കുടിക്കാനുണ്ട്. വെറുതെ കഞ്ഞി കിട്ടിയിട്ട് അതിന് ഉപ്പെങ്കിലും വേണ്ട, അല്ലാണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരെല്ലാവരും ആശ്രയിക്കുന്ന ഈ പെട്ടിക്കടക്കാരനെയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പെട്ടിക്കടക്കാരൻ പെട്ടിക്കട പൂട്ടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ പെട്ടിക്കട പൂട്ടാൻ പോകാം. കാരണം ഇത് പറഞ്ഞതിന് കാരണം കുറേ കടം പോയിട്ടുണ്ട്, കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ് പെട്ടിക്കട പൂട്ടാൻ പോകാൻ. ആദ്യമൊന്നും ആരും അത്ര ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഇയാൾ പെട്ടിക്കട പൂട്ടിയാലത്ത് നമ്മുടെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? അരി ഉണ്ടാകാം, പക്ഷേ ഉപ്പ് വാങ്ങിക്കണ്ടേ, വെളിച്ചെണ്ണ വേണ്ടേ, മുളക് വാങ്ങിക്കണ്ടേ. ഇതിനെപ്പോഴും മാവേലിക്കര പോയി വായിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല, സമയമില്ല, കാശുമില്ല. ഇന്നൊക്കെ നമ്മുടെ കാശൊക്കെ ഉള്ളത് കൊണ്ട് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കും, സ്റ്റോക്ക് ചെയ്യും. അതിനുള്ള സമയമുണ്ട്, പിന്നെ നമുക്ക് പണമുണ്ട്, സഹായിക്കും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നുവെച്ച് പറഞ്ഞു, പെട്ടിക്കട ഒരു കാരണവശാലും പൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പെട്ടിക്കട പൂട്ടാൻ പറ്റില്ല, ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ്. ഇപ്പം നമ്മൾ 124ാമത്തെ ജന്മദിനം ആഘോഷിക്കുക. പള്ളിയൊക്കെ പണിതു, ഇത്തിരി കടമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും 19 ലക്ഷം രൂപയൊക്കെ പിരിച്ച് നല്ല സുന്ദരമായി നല്ല ദേവാലയമൊക്കെ പണി. അപ്പോൾ നമ്മൾ വിചാരിക്കട്ടെ, ക്ഷീണിച്ചു, നമുക്ക് ഒരു വർഷം പൂട്ടിയിടും. അത് നടക്കില്ല എന്ന് എനിക്കറിയാം. നമ്മൾ തീരുമാനിക്കുന്നു, വിചാരിക്കുക ഒരു വർഷം നമുക്ക് അങ്ങ് പൂട്ടിയിടും. എന്നിട്ട് കടമൊക്കെ വീടി എല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് 125ാമത്തെ ജന്മദിനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് തുറക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, ഈ പ്രദേശത്ത് ആരെങ്കിലും വന്ന് പറയുമോ, അയ്യോ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്, നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ നാട് അനുഗ്രഹീതമായി തീർന്നത്, നിങ്ങളുടെ സാന്നിധ്യം മൂലമാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഇന്നായിരിക്കുന്ന വിധത്തിലായിത്തീർന്നിരിക്കുന്നതെന്ന് ഒറ്റ ആളെങ്കിലും എന്ന് പറയും? വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടിക്കടക്കാരനോട് പറഞ്ഞു താങ്കൾ പൂട്ടരുത്. ആ പെട്ടിക്കടക്കാരനോട് പറഞ്ഞ വിധത്തിൽ ഈ ഇടവക ഈ നാടിൻ്റെ നിലനിൽപ്പിന് ആവശ്യം, ഇവിടെ നിന്ന് ഉയരുന്ന കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, ഈ നാടിൻ്റെ അനുഗ്രഹം ഇത് പറയാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠയുടെ അവസരമാണ്. ഞാൻ പറഞ്ഞു, ഇത് പുനഃപ്രതിഷ്ഠയുടെ ദിവസമാകണം. 124ാമത്തെ ജന്മദിനം നമ്മുടെ പുനഃപ്രതിഷ്ഠയുടെ അവസരമാകണം. ഈ പുതിയ ദർശനത്തോടുകൂടി കർത്താവിനെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായി ജീവിക്കുവാൻ നമുക്കിടയാകും. അപ്പോഴാണ് ഈ നാട്ടിൽ നാം സാക്ഷ്യം വഹിക്കുന്ന ഇടവയായിത്തീരുന്നത്. അപ്പോഴാണ് നാം ഈ നാടിനെ ശുശ്രൂഷിക്കുന്ന ഇടവയായിത്തീരുന്നത്. അപ്പോഴാണ് നാം നാടിൻ്റെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭാഗമായിട്ട് തീരുന്നത്. അങ്ങനെ ആക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മുടെ ഇടവകയെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.